ഹലോ ഗൈസ്, ഇപ്പോൾ സമയം ഒരു 3:15 ആയിട്ടുണ്ടാവട്ടെ രാവിലെ. എന്താണ് എനിക്ക് ഈ സമയത്ത് പരിപാടി എന്നാവില്ല നിങ്ങൾ ആലോചിക്കണത്? വേറെ ഒന്നുമില്ല കേട്ടോ. ഇന്നിപ്പോൾ അനിയത്തി പോണ ദിവസമാണ്, ചെറിയ ആൾ. അപ്പോൾ അമ്മ അവൾക്ക് വേണ്ടിയിട്ട് പുട്ട് പിന്നെ ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടാക്കാനും വേണ്ടി എണീറ്റതാണ് കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ അന്ന് രാത്രി ഉറക്കേ കിട്ടില്ല, എന്താണെന്നറിയില്ല. എന്തായാലും അന്നത്തെ പകൽ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിരുന്നു, മോൻ ഉറങ്ങിയപ്പോൾ. അപ്പോൾ അന്ന് രാത്രി തീരെ ഉറക്കിട്ടില്ല. അപ്പം ഞാനും എണീറ്റു. ഏതായാലും എണീറ്റതല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതാ പുട്ടൊക്കെ അമ്മ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഇതേപോലെ അമ്മ വേവിച്ചിട്ടാണ് കേട്ടോ പൊരിക്കൽ ചിക്കന്. അപ്പോൾ ചിക്കനും പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് നേരമൊക്കെ അവിടെ നിന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ടാ. പിന്നെ എണീറ്റതാ പുട്ട്, സെയിം പുട്ട് തന്നെ കേട്ടോ. രാവിലെ പുട്ടും കടിയൊക്കെ നേരത്തെ കാലത്ത് ആയിരുന്നു കേട്ടോ. നല്ല ചന മസാലൻ്റെ കറിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പുട്ട് 2 പീസൊക്കെ എടുത്താലും കറി നല്ലോണം കൂട്ടും കേട്ടോ. അങ്ങനെ പിന്നെ രാവിലെ ഞാൻ പറഞ്ഞല്ലോ ചിക്കൻ പൊരിച്ച, അപ്പോൾ അതിലൊരു പീസ് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കഴിച്ച് ഞാനെടുത്ത്. പിന്നെ പഴം പുഴുങ്ങിയത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ പാത്രം ഒരു ലോഡ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴുകി ക്ലീൻ ആക്കിയിട്ട് കേട്ടോ. അവിടെയൊക്കെ ഈ സമയത്ത് ഉമ്മ അലക്കാനും വേണ്ടിയിട്ടൊക്കെ പോയിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് തേങ്ങ ഇട്ട ദിവസമായതുകൊണ്ട് മോള് ഇപ്പാൻ്റെ ഹെൽപ്പ് ചെയ്യാനും വേണ്ടി ഇപ്പാൻ്റെ കൂടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇത് കിട്ടി, കരിക്കും വെള്ളവും പിന്നെ കാമ്പും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും മക്കൾക്ക് ഏതായാലും മോൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ ജ്യൂസ് അടിച്ചിട്ട് ഷെയ്ക്ക് അടിച്ചിട്ടേ കൊടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് നിൽക്കുന്നു കേട്ടോ. അമ്മ 2 അമ്മ അവിടുന്ന് പൊട്ടിച്ച് തരുന്നുണ്ട്. ഞാനത് പെട്ടെന്ന് ജ്യൂസാക്കി എടുക്കാൻ വിചാരിച്ചു. പിന്നെ അവരവിടെ തേങ്ങ പെറുക്കണ പരിപാടിയിലൊക്കെയാണ്. അതുകൊണ്ട് ഇന്നത്തെ പണികളൊക്കെ നേരം വയ്ക്കുകയും ചെയ്തു കേട്ടോ. ആകെ ഫുള്ള് ഒരു എന്താ പറയുക, ഒരു ലേസി എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു സ്ലോ ആയിരുന്നു അന്നത്തെ ഒരു ദിവസം എല്ലാ കാര്യങ്ങളും. പിന്നെ നമ്മൾ ഇവിടുന്ന് മരുപ്പച്ചല്ലേ, നമ്മളെ താഴെപ്പാലുള്ള അവിടുന്ന് അതിൻ്റെ മേലെ ബൂസ്റ്റ് പൊടിയൊക്കെ ഇടുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ നിട്ട് നോക്കിയതാണ്. പക്ഷേ ആ ബൂസ്റ്റ് മൊത്തം എൻ്റെ ചുണ്ടുമലാണ് കേട്ടോ ആദ്യം തന്നെ. പിന്നെ ഞാനത് മിക്സ് ചെയ്തിട്ട് കുടിച്ചു. സമയത്ത് മോനും മോൾക്കും കരിക്കുമ്പോഴും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോനെ ഉറക്കി കഴിഞ്ഞ് പിന്നെ ഞാൻ അടിച്ചു വരാനും വേണ്ടിയിട്ടൊക്കെ നിന്നിട്ടോ. അതൊക്കെ കഴിഞ്ഞ് കുളിക്കാനും പോകാനും ഉണ്ടായിരുന്നു. മോള് ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര കളറിലൊക്കെയാണ്. ആൾക്ക് കളർ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡ്രോയിങ് ക്ലാസ്സിന് ഇവിടെ സ്കൂളിൽ ചേർത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുറേ കളർ എന്ത് വേണമെന്ന് ചോദിച്ചാൽ കളർ വേണമെന്നാണ് ആദ്യം പറയുക. അപ്പോൾ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ അധികം ഫസ്റ്റ് ഓൾ എടുക്കാൻ പോലെ കളർമക്കാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഓളെ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോഴാണ് ആ ഒരു വിവരം അറിഞ്ഞത്, ഗ്യാസ് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ പരിപാടി? ഉച്ചക്കത്തതൊന്നും ആയിട്ടില്ല, ചോറ് മാത്രമായിട്ടുള്ളൂ. കൂട്ടാനൊക്കെ ആക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ തേങ്ങ പൊളിക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കൂട്ടാനൊക്കെ പുറത്ത് വെച്ച് ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു.